ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നൈറ്റി ഫ്രോക്ക് നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ദേ ഇപ്പോൾ ഞാൻ ചീത്ത വശം നൈറ്റി തുണി ചീത്ത വശം മേളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് നീളത്തിൽ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നല്ല വശം അകത്തേക്ക് വെച്ചിട്ട് വേണം മടക്കി ഇടാനായിട്ട്. ഇപ്പോൾ രണ്ടായി ഫോൾഡ് ചെയ്ത് ഫുൾ മെഷർമെൻറ്റ് എനിക്ക് ഈ നൈറ്റി ഫ്രോക്കിന് 47 ഇഞ്ച് വേണം. 47 ഇഞ്ചിൽ -8 ഇഞ്ച് ഫ്രില്ലിന് പോവും. അപ്പോൾ 39 ഇഞ്ച് നമുക്ക് ബോഡി പാർട്ടിൽ കിട്ടും. അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്യണം. 1 ഇഞ്ച് ഷോൾഡർ തയ്ക്കാനും ഫ്രില്ല് ജോയിൻറ്റ് ചെയ്യാനും അങ്ങനെ അര ഇഞ്ച് വെച്ച് പോവും. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് ആഡ് ചെയ്തിട്ട് ടോട്ടൽ ബോഡി പാർട്ട് 40 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര 40, 41, 42 ഇഞ്ച് വരെ വരുള്ളൂ കേട്ടോ. അതിനേക്കാളും കൂടുതൽ ലെങ്ത്ത് നമുക്ക് ബോഡി പാർട്ടിന് കിട്ടൂല. ഇപ്പം ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ടോട്ടൽ 40 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്രില്ലിന് വേണ്ടി 8 ഇഞ്ച് ഫ്രില്ല് വേണം. അപ്പോൾ ഫ്രില്ലിൻ്റെ അടിഭാഗം മടക്കി അടിക്കാൻ 1 ഇഞ്ചും മുകളിൽ ജോയിൻറ്റ് ചെയ്യാൻ അര ഇഞ്ചും അങ്ങനെ 1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ 9.5 ഇഞ്ചിൽ ഫ്രില്ല് ഇങ്ങനെ 3 കഷ്ണം പീസ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9.5 ഇഞ്ചിൽ ഫ്രില്ല് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ 8 ഇഞ്ച് വേണമെങ്കിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ ഫ്രില്ലിൻ്റെ ലെങ്ത്ത് വേണ്ടത്, കുറച്ചുകൂടി ഫ്രില്ലിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 4 കഷ്ണം കൂടി കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 3 കഷ്ണം കിട്ടിയിട്ടുള്ളൂ ഫ്രില്ലിന് വേണ്ടി. അത് ഞാൻ 3 കഷ്ണം മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഫ്രില്ലിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ XXL ഒക്കെ മേടിക്കുന്നവർക്ക് ഈ ഒരു അളവ് മതിയാവും. എന്നിട്ട് ഇച്ചിരി വണ്ണമുള്ളവരൊക്കെ അര ഇഞ്ചൊക്കെ കൂട്ടിയാൽ മതി. ഇതിലേക്ക് ബോഡി പാർട്ട് ഇത് നമ്മുടെ ചെസ്റ്റ് ഒക്കെ ഒരു അര ഇഞ്ചോ 1 ഇഞ്ചോ കൂട്ടിയാൽ മതി വണ്ണമുള്ളവർക്ക്. അങ്ങനെ ഞാനിപ്പോൾ ഫ്രില്ലിൻ്റെ 3 കഷ്ണം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആരെങ്കിലും തയ്ക്കണവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാവും. അപ്പോൾ ഇങ്ങനെ ഞാൻ 3 ഫ്രില്ലിൻ്റെ കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇനി ബോഡി പാർട്ടിൽ നമുക്ക് ബോഡി പാർട്ട് കറക്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫോൾഡഡ് സൈഡാണ് വന്നത്. ഫോൾഡഡ് സൈഡിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നില്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കറക്റ്റ് നേരെ കിട്ടാൻ വേണ്ടി താഴെയും 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ആം ഹോളും 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ച് ഇങ്ങനെ നേരെ വരച്ചു. എന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം, ഞാനിവിടെ 10 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ വണ്ണം എടുക്കുന്നത്. അതിലേക്ക് 1.5 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 11.5 ഇഞ്ച് ഞാൻ ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വേസ്റ്റ് ലെങ്ത്ത് ഞാൻ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 15 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത്, പൊക്കമുള്ളവർക്ക് 15 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊക്കം കുറഞ്ഞവർക്കൊക്കെ 14 ഇഞ്ച് മതി, മീഡിയം ഒക്കെ 14 ഇഞ്ച് മതി. എന്നിട്ട് അവിടുത്തെ വേസ്റ്റ് വിട്ട് 9.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇച്ചിരി ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, നൈറ്റി ആണല്ലോ നമ്മൾ, നൈറ്റി ഫ്രോക്കാണല്ലോ തയ്ക്കണം. അപ്പോൾ ഇച്ചിരി ലൂസായിട്ട് കിടക്കാൻ വേണ്ടി 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി കൊടുത്തു. ഇപ്പോൾ ഹിപ്പിൻ്റെ ലെങ്ത്ത് 19.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 19.5 ഇഞ്ച് ഹിപ്പിൻ്റെ ലെങ്ത്ത് കൊടുത്തു. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ വെച്ച് കാണിക്കുക കേട്ടോ. എനിക്ക് വീഡിയോ എടുത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ദൂരെ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഹിപ്പിൻ്റെ വിഡ്ത്ത് നമുക്ക് 10.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തു. യെല്ലോ കളർ ചോക്കായതുകൊണ്ട് കാണുന്നില്ല, അതുകൊണ്ട് എഴുതി കൂടി ഇടുന്നുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ.
എന്നിട്ട് ഞാനത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക്, വേസ്റ്റിൽ നിന്ന് ഹിപ്പിലേക്ക് ഞാനത് കറക്റ്റ് ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സീം എലവൻസ്, നമ്മൾ സീം എലവൻസ് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ നിന്ന് സീം എലവൻസിൽ നിന്ന് നേരെ താഴേക്ക് ഇങ്ങനെ വരയ്ക്കണം. മൂലയ്ക്ക് ഇങ്ങനെ നേരെ വരച്ചു കൊടുക്കണം. എന്നിട്ട് താഴേന്ന് 1 ഇഞ്ച് 1-1.25 ഇഞ്ചോ മേളിലേക്ക് ഇങ്ങനെ കയറ്റി മാർക്ക് ചെയ്തിട്ട്, ഞാനിപ്പോൾ 1 ഇഞ്ചാണ് കൊടുത്തത്, 1 ഇഞ്ചോ 1.25 ഇഞ്ച് വരെ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അത് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് ഭാഗം നമുക്ക് തൂങ്ങി കിടക്കും. ഇപ്പോൾ കൈക്കുഴി നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ആം ഹോൾ കേഴ്വൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ, ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഇത് മേടിക്കണം, ഒത്തിരി പൈസ ഒന്നുമില്ല. ആം ഹോൾ കേഴ്വൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്രണ്ട് ആം ഹോൾ ഞാൻ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് ചുരിദാർ കട്ട് ആണല്ലോ, ചുരിദാർ കട്ടാവുമ്പോൾ നമുക്ക് ഇത് കുഴിച്ച് വെട്ടി കൊടുക്കണം. എന്നാലാണ് ഫ്രണ്ട് ഭാഗത്ത് ചുളിവൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് വരുള്ളൂ. ഫ്രണ്ടിന് വേണ്ടി 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സ്ലീവ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഞാൻ സ്ലീവ് ടോട്ടൽ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനോ 1/2 ഇഞ്ച് മേളിൽ പോവും. അപ്പോൾ ഞാൻ ടോട്ടൽ 9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതേപോലെ നേരെ കിട്ടാൻ വേണ്ടി ഈ സൈഡും നേരെ കിട്ടാൻ വേണ്ടി ഇവിടെയും 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നേരെ കിട്ടും. എന്നിട്ട് 10 ഇഞ്ച് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ 10 ഇഞ്ചിൽ നിന്ന് താഴേക്ക് 3 ഇഞ്ച് ഇല്ലെങ്കിൽ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് സ്ലീവിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കാം. ഞാൻ ഇതിനേക്കാൾ മുമ്പ് നൈറ്റിയുടെ വീഡിയോ ഇട്ടതിൽ ഞാൻ സ്ലീവ് ഷേപ്പ് ചെയ്യണമൊക്കെ നന്നായി പറഞ്ഞ് തന്നിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി ഒന്ന് പോയി കാണണേ. അപ്പോൾ നൈറ്റിയുടെ ചുരിദാറിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് താഴെ കൈയുടെ അടിവണ്ണം ഞാൻ 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സീം അലവൻസിലേക്ക് ഇങ്ങനെ ആ 10 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ മുട്ടിക്കണം. ആ 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്തില്ലേ, അവിടുന്ന് ഇങ്ങനെ മുട്ടിക്കണം. എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്ത് അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് കുറച്ചുകൂടി കുഴിച്ച് വെട്ടണം. ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിൻ്റെ ആം ഹോൾ ആദ്യം കട്ട് ചെയ്യണം. കണ്ടോ, ഫ്രണ്ടിൻ്റെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. മൊത്തത്തിൽ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്കിൻ്റെ ആം ഹോള് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. സൈഡ് കട്ട് ചെയ്തെടുത്തു. ഇനി 1 ഇഞ്ച് അവിടെ കയറ്റി മാർക്ക് ചെയ്തിട്ടില്ലേ, അതുകൂടി കട്ട് ചെയ്ത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നല്ല നെക്കിൻ്റെ ഡിസൈനൊക്കെ ഞാൻ വേറെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കാണണേ, എന്നിട്ട് കമൻറ്റ് കൂടി ഇടണേ. എന്നിട്ട് ഇത് 4 കഷ്ണമായിട്ടാണല്ലോ ഇരിക്കുന്നത്, 2 ഫ്രണ്ടും ബാക്കും. അപ്പോൾ 2 പീസ്. അപ്പോൾ അതിന് ഷോൾഡർ നമ്മൾ ഇങ്ങനെ മാറ്റിയെടുക്കുക. ഷോൾഡർ മാറ്റി എടുത്തിട്ടാണ് ഇതൊക്കെ കഴുത്തൊക്കെ കട്ട് ചെയ്യാവുള്ളൂ. ഇനി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഞാൻ ബാക്ക് നെക്ക് ഞാൻ മാർക്ക് ചെയ്യാം. ഇപ്പോൾ തുണി ക്യാൻവാസ് ഒന്നും ഇടാത്തത് കൊണ്ട് ഞാൻ 2.25 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് 3 ഇഞ്ച് വിട്ട് കിട്ടും. ക്യാൻവാസിലാണെങ്കിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി. ലെങ്ത്ത് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്കിൽ ലെങ്ത്ത് 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് ലെങ്ത്ത് എത്രയാണ് വീട്ടിലിടുന്നത് കൊണ്ട്, നൈറ്റി ഇതായതുകൊണ്ട് ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. വീട്ടിലല്ലേ ഇടണേ. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെങ്കിലും കുറയ്ക്കുകയാണെങ്കിലും ലെങ്ത്ത് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് വേണമെങ്കിൽ 2.25 നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. 3.25 വേണമെങ്കിൽ 3 ഇഞ്ചിൽ അങ്ങനെ തയ്ക്കുമ്പോൾ 1/4 ഇഞ്ച് ഇങ്ങനെ നമുക്ക് പോവും. ഇപ്പം ഞാൻ ബാക്ക് പാർട്ട് ഞാൻ മാറ്റിയിട്ടു. ഇനി ഫ്രണ്ട് പാർട്ട് നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. 2.25 ഇഞ്ചാണ് വിട്ട് കൊടുക്കുന്നത്. 6 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു വി ഷേപ്പ്, വി അല്ല, വി ഒരു ഷേപ്പായിട്ടാണ് ഒരു നെക്ക് ഞാൻ കൊടുക്കുന്നത്. ആ നെക്കാണ് ഇതിന് ചേർന്നത്. ഇതിലേക്ക് ഒരു കോളർ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ. ദേ ഇപ്പം ഞാൻ വി പോലെ എങ്ങനെ മാർക്ക് ചെയ്തു നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി കാണിച്ചു തരാം. വി പോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ 1/2 ഇഞ്ച് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ദേ അത് ഷേപ്പായിട്ട് ഇങ്ങനെ വരയ്ക്കണം. ഇല്ലെങ്കിൽ ആം ഹോൾ കേർവൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്, ആ ഷേപ്പൊക്കെ നമുക്ക് വരച്ചെടുക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ വര ഇങ്ങനെ വരച്ചാൽ മതി, നമുക്ക് ഷേപ്പായിട്ട് കിട്ടും. കണ്ടോ? ഇപ്പോൾ അങ്ങനെ ഷേപ്പായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? വളരെ എളുപ്പമാണ്, നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ഫ്രണ്ടിൻ്റെ ആം ഹോള് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൂടി കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ചെസ്റ്റിൻ്റെ മാർക്കിൻ്റെ അവിടെ വരെ മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് സിം എലമെൻസ് ഇട്ട് അവിടെ കട്ട് ചെയ്യരുത്. എന്നിട്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡ് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കണം. ഫ്രണ്ട് ഭാഗത്തെ സൈഡ് 1/2 ഇഞ്ച് കുഴിച്ച് ഇങ്ങനെ വെട്ടി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയാണ്. അത് ചുരിദാർ കട്ട് നൈറ്റി ആവുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. മറ്റേ നൈറ്റിക്കൊന്നും പ്ലീറ്റഡ് നൈറ്റിക്കൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതിന് ഷേപ്പായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 1/2 ഇഞ്ച് കുഴിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ മാർക്ക് ചെയ്തത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ അടയാളം ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മറന്നു പോകും. ഇല്ലെങ്കിൽ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇതിന് വള്ളിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇതിന് വള്ളി വെച്ചിട്ടില്ല. വള്ളി വെക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ വേറെ ഇടാം. ഇപ്പം ഞാനത് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അത് 4 പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് 2 പീസ് ഉണ്ട്. 2 പീസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ തേര് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുത്ത് തയ്ച്ച് ഫിനിഷ് ചെയ്യാനാട്ടോ. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നന്നായി പ്ലീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് അതേപോലെ വെച്ച്, ഇല്ലെങ്കിൽ അതേപോലെ ലൈനിങ് തുണിയാണെങ്കിലും മതി. ലൈനിങ് തുണി വെച്ചിട്ട് തിരിച്ചാലും നല്ല ലാസ്റ്റ് ചെയ്യും, നമ്മുടെ തുണിയൊക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഇങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. 1 ഇഞ്ചിലും മതി, ഇല്ലെങ്കിൽ 1/2 ഇഞ്ചിൽ സൈഡൊന്ന് മടക്കി തയ്ക്കാനും കൂടി വേണം. അപ്പോൾ അത്ര വിട്ടിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്തും ഒരു 1/2 ഇഞ്ചൊക്കെ കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അതേ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതേപോലെ ബാക്കിലേക്കും വേണം. ഇപ്പോൾ ബാക്കിലേക്ക് തുണി അതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ബാക്ക് പീസും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ട് അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് ഞാൻ ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. അതേപോലെ വിടണം കേട്ടോ. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ എക്സ്ട്രാ വിടണം. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ. എന്നിട്ട് ആ ബാക്ക് പീസിനും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ സ്റ്റൈൽ നൈറ്റി ഇടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ എൻ സ്റ്റൈൽ നൈറ്റിയുടെ വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ എല്ലാവരും കാണണേ. എന്നിട്ട് ഇതാണ് ഞാൻ കോളറിലേക്ക് വെക്കണത്. കോളറിലേക്ക് ഈ കളർ, അതിലൊരു ചെറിയ യെല്ലോ കളർ ഡിസൈൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കോളറിലേക്ക് യെല്ലോ കളറാണ് എടുക്കുന്നത്. വേറൊരു നൈറ്റിയുടെ തുണിയാണ്, നൈറ്റി കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസാണ്. അപ്പോൾ ഇതാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാച്ചായ തുണി, നല്ല തുണി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. ഇപ്പോൾ ഫോൾഡഡ് സൈഡ് ഞാൻ 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, 1/2 ഇഞ്ച് ഇങ്ങനെ നീക്കി വെക്കണം.
മേളിൽ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ വിടണം. വിട്ടിട്ട് ആ 1/2 ഇഞ്ച് കറക്റ്റായിട്ട് മൂലയ്ക്ക് വെക്കരുത്, 1/2 ഇഞ്ച് നീക്കിയിട്ടേ വെക്കാവുള്ളൂ. എന്നിട്ട് ആ നെക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കോളറിന് വേണ്ടി. നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ആ നെക്ക് അതേ ബോഡി പാർട്ട് തന്നെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മേലിൽ നിന്ന് 2 ഇഞ്ചിൽ നിന്ന് തുടങ്ങും. ഞാൻ 2 ഇഞ്ചിൽ നിന്നാണ് വീതി എടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും തയ്ക്കുമ്പോൾ പോവും. അപ്പോൾ ഞാനത് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 3 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 2 ഇഞ്ചേ കിട്ടുള്ളൂ. മനസ്സിലായോ? കഴുത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് തയ്ക്കാൻ 1/2 ഇഞ്ച് പോവും, അപ്പുറത്തെ സൈഡ് തയ്ക്കാൻ 1/2 ഇഞ്ച് പോവും. അപ്പോൾ 2 ഇഞ്ചേ കിട്ടുള്ളൂ. എന്നിട്ട് താഴ്ഭാഗത്ത് ഞാൻ 3.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേളിൽ നിന്ന് ഒരു പോയിന്റ് ഇങ്ങനെ കൂട്ടി മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് വന്നാൽ മതി. 3 ഇഞ്ച് തൊട്ട് 3 ഇഞ്ച് ഒരു പോയിന്റ്, 3 ഇഞ്ച് 2 പോയിന്റ്, 3 ഇഞ്ച് 3 പോയിന്റ്, അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആം ഹോൾ കർവിൽ ഞാനിങ്ങനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അത് ഷേപ്പായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തു, കണ്ടോ? എന്നിട്ട് ഇവിടെ താഴ്ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് നീക്കി ഇങ്ങനെ മാർക്ക് ചെയ്യണം. കണ്ടോ? 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തു. എന്നിട്ട് അതിങ്ങനെ വരച്ചെടുക്കണം. ഇവിടെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് 1/2 ഇഞ്ച്, ഇവിടെയും 1/2 ഇഞ്ച് നമുക്ക് സീം എലവൻസിന് വിടണം. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോവും. അപ്പോൾ അത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. ഇത് കഴുത്തിന് ഫ്രില്ല് പോലെയും വെക്കാം, നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. കുറേ പേര് കുറേ കമൻറ്റ് ഇടുന്നുണ്ട്. കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്ത് എടുത്തു. ഇപ്പോൾ 2 പീസ് ഉണ്ട് ഇതിൽ. ഇങ്ങനെ നമ്മുടെ കോളർ ഇങ്ങനെ വരും, ഇങ്ങനെ നിൽക്കും കഴുത്തിൽ. അപ്പോൾ ഇതേപോലെ ഒരു കഷ്ണം കൂടി ഇതുപോലെ 2 കഷ്ണം കൂടി കട്ട് ചെയ്തെടുക്കണം. 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ 2 പീസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പീസ് ഇങ്ങനെ വെച്ചിട്ട്, ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഡിസൈന് നേരെ വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ. നിങ്ങൾ എടുക്കുന്ന തുണിയിൽ ഡിസൈൻ ഉണ്ടെങ്കിൽ ഡിസൈനൊക്കെ നേരെ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് അതേപോലെ ഞാൻ ഇങ്ങനെ 4 കഷ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലും ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇതിൽ 2 പീസ് ഉണ്ട്, ഇതിൽ 2 പീസ് ഉണ്ട്. നല്ല വശം ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ ഏത് സൈഡ് ഷേപ്പ് വരുന്ന സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കിയിട്ട് അതേപോലെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. 1/2 ഇഞ്ച് ആണല്ലോ നമ്മൾ സീം അലവൻസ് വിട്ടത്, അതേ 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്ക്കണം. 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. കറക്റ്റായിട്ട് 2 തുണി ഒപ്പം വെച്ച് ഇങ്ങനെ ആ ഏത് ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. മാറിപ്പോകരുത്, ഉൾവശം സ്റ്റിച്ച് ചെയ്യരുത്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതൊരു കേർവായിട്ട് ഷേപ്പായിട്ട് വരുന്നതാണല്ലോ, അതുകൊണ്ട് നമുക്ക് ചെറിയ കട്ടിങ് കൊടുക്കാം. കട്ടിങ് കൊടുത്താലാണ് ആ ഷേപ്പ് തിരിക്കുമ്പോൾ നീറ്റായിട്ട് വരുള്ളൂ. ആ മൂലയ്ക്ക് ഇങ്ങനെ നീളം വന്ന ഇത് ഇച്ചിരി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട് ചുറ്റും. ഞാൻ ഒരു പീസ് കാണിച്ചു തരാം. അതേപോലെ മറ്റേ കോളർ നിങ്ങൾ തയ്ച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ലെങ്ത്ത് കൂടിപ്പോവും. രണ്ടും കാണിക്കുമ്പോൾ ലെങ്ത്ത് കൂടിപ്പോവും. എന്നിട്ട് അതിൻ്റെ മൂല സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മൂല കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഇതേപോലെ അയൺ ചെയ്തെടുക്കണം. മറ്റേ കോളറും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഒരെണ്ണം കാണിച്ചിട്ടുള്ളൂ, അതേപോലെ 2ഉം സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ബോഡി പാർട്ട് വെക്കാം. ബോഡി പാർട്ട് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്യണം. ആദ്യം ബോഡി പാർട്ടിൽ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററിലേക്ക് ഇങ്ങനെ കറക്റ്റ് ആ കോളർ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വേണം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പിന്നിങ്ങനെ കുത്തി കൊടുത്തോ, പിന്നു കുത്തി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ തെന്നി പോവില്ല. തുടക്കക്കാർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്.
അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ പിന്നിങ്ങനെ ഊരി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് നിൽക്കണം. ആ മൂലയ്ക്ക് രണ്ടും കോളറും കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണം. അവിടെ വരുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം തിരിക്കാനായിട്ട്. കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതെ തുണിയുടെ താഴെ പ്ലീറ്റ് ഒന്നും വരാതെ കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഷേപ്പ് നമ്മൾ വേറെ പീസ് കട്ട് ചെയ്ത് എടുത്തായിരുന്നല്ലോ, അത് കോളറിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. കോളറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അത് 1/2 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, സെൻറ്ററിൽ വരുമ്പോൾ സൂചി കുത്തി നിർത്തണം. ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വേണം തിരിക്കാനായിട്ട്. ഇപ്പോൾ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. അത് ഷേപ്പിൽ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഇങ്ങനെ കട്ടിങ് ചെയ്യാം. സ്റ്റിച്ചിൽ കൊള്ളരുത് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ചുറ്റും അങ്ങനെ തയ്ച്ചെടുക്കാൻ. എന്നിട്ട് ആ ഇതുണ്ടല്ലോ തുണി ഇപ്പോൾ മേളിൽ തയ്ച്ചെടുത്ത ആ തുണി ഇങ്ങനെ അപ്പുറത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മേളിൽ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചെറുതായിട്ട് കാണി അടിച്ചു കൊടുക്കണം. കണ്ടോ ഇങ്ങനെ. അപ്പോൾ അങ്ങോട്ട് തിരിക്കുമ്പോൾ നമുക്ക് എളുപ്പമാവും. ഇപ്പോൾ ആ പീസ് ഇങ്ങോട്ട് തിരിച്ചെടുക്കാം. രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വേണം അവിടെ തയ്ക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ലാസ്റ്റ് ഹെം ചെയ്ത് കൊടുക്കാം. ഹെം ചെയ്ത് കൊടുക്കുമ്പോൾ തുന്നി കൊടുക്കുമ്പോൾ നമുക്ക് ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഉണ്ടെങ്കിൽ കൊള്ളൂല, അതുകൊണ്ട് ഹെം ചെയ്ത് എടുക്കാം നമുക്ക്. ഇപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ ബാക്ക് പാർട്ടും നമുക്ക് അതേപോലെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സെൻറ്ററിൽ നിന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇച്ചിരി കൂടുതലാണല്ലോ നമ്മൾ കട്ട് ചെയ്തേക്കണം ആ തുണി. അതുകൊണ്ട് സെൻറ്ററിൽ നിന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് ഷേപ്പിൽ റൗണ്ടായിട്ട് 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ തയ്യൽ തുമ്പിൽ വീഴാതെ ചെറുതായിട്ട് കട്ടിങ് കൊടുക്കണം. ചുറ്റും കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ തുണി ഉണ്ടല്ലോ, നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച തുണി ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ കോളറും കൂടി ഒന്ന് മേളിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഹെം ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യണേ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെം ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കും. അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ബാക്ക് പീസ് ഇങ്ങനെ വെക്കാം. നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ട് ബാക്ക് പീസ് ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല വശം ചേർന്നിരിക്കണ പോലെ ഇങ്ങനെ ഫ്രണ്ട് പീസും വെക്കാം. നല്ല വശം ഉള്ളിലേക്കാണ് ഇരിക്കണേ. എന്നിട്ട് ബാക്ക് പീസിൻ്റെ ആ നെക്ക് തയ്ച്ചിട്ടില്ലേ നമ്മൾ, ആ പീസ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. മുകളിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രണ്ട് കഴുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പീസ് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടി മടക്കണം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് 1/2 ഇഞ്ച് ഷോൾഡർ 1/2 ഇഞ്ച് സീം അലവൻസിൽ തയ്ച്ചു കൊടുക്കണം. ഇത് ഞാൻ കാണിച്ചു തരാം. ബാക്ക് പീസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ പീസ് മാത്രം മാറ്റി വെച്ചിട്ട് കഴുത്ത് തയ്ച്ച പീസ് മാറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. ഇവിടെ എത്തുമ്പോൾ ആ ബാക്ക് പീസിൻ്റെ കഴുത്ത് തയ്ച്ച പീസ് മുകളിലേക്ക് വന്നിട്ട് അത് ഒന്നുകൂടി മടക്കണം. കണ്ടോ, ഞാനിത് നൈറ്റിയുടെ വേറെ വീഡിയോയിൽ ചുരിദാറിൻ്റെ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ നൂലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പീസ് ഇങ്ങനെ തിരിക്കുമ്പോൾ കണ്ടോ, അത് നല്ല നീറ്റായിട്ട് നമ്മുടെ കഴുത്ത് കിട്ടും. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ കഴുത്ത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അത് മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ മതി. ഇതേ കണ്ടോ, നല്ല നീറ്റായിട്ട് കിട്ടി. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ബാക്ക് പീസിൻ്റെ നമുക്ക് ഇങ്ങനെ ബാക്ക് പീസ് ക്ലിയർ ചെയ്ത് കൊടുക്കാം.
ബാക്ക് നെക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇതേ കണ്ടോ, പതുക്കെ തയ്ക്കണം. ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ പതുക്കെ ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ ബാക്ക് ഫുള്ള് ഫിനിഷാക്കി എടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ അടിഭാഗം, സ്ലീവിൻ്റെ കൈയുടെ അടിഭാഗം തേരുവശമായതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് മടക്കുന്നില്ല. ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മടക്കം മടക്കുന്നുള്ളൂ. തേരുവശം ആയതുകൊണ്ട്. തേരുവശം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മടക്കണം. അപ്പോൾ തേരുവശമായതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ അപ്പോൾ നമുക്ക് സ്ലീവിന് ഇച്ചിരി കൂടി ലെങ്ത്ത് കിട്ടും. ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 സ്ലീവ് ഇങ്ങനെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ മൊത്തം കാണിക്കുകയാണെങ്കിൽ ലെങ്ത്തായി പോട്ടോ വീഡിയോ, അതുകൊണ്ടാണ് ഓരോന്ന് കാണിക്കുന്നത്. അതേപോലെ മറ്റേതും നിങ്ങൾ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് തന്നെ വരണം. അതേപോലെ വെച്ചിട്ട് വേണം നമുക്ക് ബോഡി പാർട്ടിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ ബോഡി പാർട്ടിൻ്റെ, അപ്പോൾ സ്ലീവിലും കുഴിച്ച് വെട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ആ ഭാഗം തന്നെ ഫ്രണ്ടിലേക്ക് വന്ന പോലെ സ്ലീവ് നോക്കിയിട്ട്, ഏത് സ്ലീവാണ് ഫ്രണ്ടിലേക്ക് വന്ന കുഴിച്ച് വെട്ടിയത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതേപോലെ സ്ലീവ് 2 സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. ഞാൻ ഒരു സ്ലീവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം സെൻറ്ററിൽ നിന്ന് തുടങ്ങണം. സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു സൈഡിൽ നിർത്തണം. എന്നിട്ട് ആ നിർത്തിയ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്നുകൂടി കൊണ്ടുവന്നിട്ട് സെൻറ്ററിലേക്ക് നിർത്തുമ്പോൾ 2 സ്റ്റിച്ച് നമുക്ക് സ്ലീവിൽ 2 സ്റ്റിച്ച് കിട്ടും. അപ്പുറത്തെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ഇതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഒരു സ്ലീവ് കാണിക്കുന്നുള്ളൂ. ഇതേപോലെ മറ്റേ സ്ലീവ് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് എടുക്കണം. കണ്ടോ, നീറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവ് സൈഡ് ജോയിൻറ്റ് ചെയ്യുക. സ്ലീവ് 2ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൈയുടെ താഴെ വണ്ണം 1/2 ഇഞ്ചാണല്ലോ നമ്മൾ കൊടുത്തത്, മാർക്ക് ചെയ്തത്. അപ്പോൾ അതേ 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്കിങ്ങിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് വിട്ട് അതേപോലെ 1.5 ഇഞ്ച് വിട്ട് ഇങ്ങനെ നമ്മൾ ഷേപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യണം. സൈഡ് ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് ഇടണം. ഇപ്പോൾ ഡബിളോ ത്രിബിളോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. വേറെ ആൾക്കാർക്ക് തയ്ക്കുകയാണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമാണെങ്കിലും നന്നായി സ്റ്റിച്ചിട്ട് കൊടുക്കണം. 2-3 പ്രാവശ്യം സ്റ്റിച്ചിട്ട് സൈഡ് സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ ഒരു പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡും അതേപോലെ സ്ലീവ് കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് അളവിന് വ്യത്യാസമൊന്നും വരില്ല, ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കും. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡും 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ എത്തുമ്പോൾ ഒരു 3 ഇഞ്ച് മേളിൽ വേണം നിർത്താനായിട്ട്. ഫ്രില്ല് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കണമല്ലോ, അതുകൊണ്ട് 3 ഇഞ്ച് മേളിൽ നിർത്തി വെക്കണം. ഈ സൈഡ് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മൂലയ്ക്ക് വരുമ്പോൾ 1.5 ഇഞ്ചൊന്നും സീം അലവൻസ് വിടണ്ട, 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടാൽ മതി. മേളിൽ നിന്ന് ഷേപ്പ് വരെ മാത്രമേ നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ട് സൈഡിൽ കൂടെ തയ്ച്ചാൽ മതി. 1/2 ഇഞ്ച് സീം അലവൻസ് വിടണം. എന്നിട്ട് ഇതേപോലെ ഇത്ര മേളിൽ ഇങ്ങനെ നിർത്തണം. എന്നിട്ട് ഇവിടെ ഇച്ചിരി ഓപ്പൺ വിടണം. കണ്ടോ, ഈ സൈഡ് ഒരു സൈഡ് ഇച്ചിരി ഓപ്പൺ വിടണം. എന്നിട്ട് നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ച് ഫ്രില്ല് നമ്മൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് മാറ്റി വെച്ചില്ലായിരുന്നോ ഫ്രില്ലിൻ്റെ തുണി, അത് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിൻ്റെ സൈഡിൽ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കീറി പോവുമൊന്നുമില്ല, സ്റ്റിച്ച് വിട്ട് പോവുമൊന്നുമില്ല. എന്നിട്ട് അത് നിവർത്തി വെച്ച് നല്ല വശം ഇങ്ങനെ മേളിലേക്ക് വെക്കാം. മറ്റേ വേറെ ഒരു കഷ്ണം ഉണ്ടല്ലോ, അതും ഇങ്ങനെ നല്ല വശം ചേർത്ത് വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ 3 കഷ്ണം ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബോഡി പാർട്ടിലേക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി ബോഡി പാർട്ട് എടുക്കുക. ബോഡി പാർട്ട് എടുത്തിട്ട് ദേ ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഒരു കഷ്ണം ഇങ്ങനെ മുകളിലേക്ക് മാറ്റി വയ്ക്കുക. നല്ല വശം ചേർത്ത് വെക്കണം. ഫ്രില്ലിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ട് തയ്ച്ച് തുടങ്ങണം. ദേ 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ട് ഒരു 1/2 ഇഞ്ച് മുമ്പോട്ട് പോയതിന് ശേഷം അവിടുന്ന് ഫ്രില്ലെടുത്ത് തുടങ്ങണം. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ ഇങ്ങനെ എടുത്ത് ഇച്ചിരി ദൂരെ അകത്തി ചെറിയ പ്ലീറ്റുകൾ എടുത്താലാണ് തികയുള്ളൂ കേട്ടോ. 3 കഷ്ണം ഉള്ളത് കൊണ്ട് ചെറിയ പ്ലീറ്റ് എടുത്താലാണ് തികയുള്ളൂ. ഇപ്പോൾ 4 കഷ്ണമൊക്കെ നമുക്ക് തുണി ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇച്ചിരി കൂടി ഫ്രില്ല് കിട്ടും. ഒത്തിരി ഫ്രില്ല് ഉണ്ടെങ്കിലും ഇച്ചിരി പ്രായമായവർക്ക് ഒത്തിരി ഉണ്ടെങ്കിലും കൊള്ളൂല. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ ഡബിൾ സ്റ്റിച്ച് എടുത്തു. എന്നിട്ട് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് പ്ലീറ്റ് ഇട്ട് ഫിനിഷ് ചെയ്തിട്ട് ഒന്നുകൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി തയ്ച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡ് നമ്മൾ ഓപ്പൺ വിട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് നമുക്ക് യോജിപ്പിക്കാം. നമ്മൾ നിർത്തി അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ഇട്ട് നിർത്തണം. ഞാൻ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴെ 1 ഇഞ്ച് മടക്കി അടിച്ചാൽ നമ്മുടെ നൈറ്റി ഫ്രോക്ക് റെഡിയായി. ഇപ്പോൾ താഴ്ഭാഗം നമുക്ക് അതേപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഞാൻ ഇട്ടിട്ട് ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പല മോഡൽ നെക്ക് ഡിസൈനൊക്കെ കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം. അടിപൊളിയാണ്. ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.